നല്ല രീതിയിൽ അഡോബ് ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ട് ഞാൻ എല്ലാ ഡിസൈനും ചെയ്യുന്നത് ക്യാൻവ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ എല്ലാ കമ്പനിയിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ക്യാൻവ ഉപയോഗിച്ചിട്ടാണ്. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ടെക്നോളജികളെ മനസ്സിലാക്കണം, അത് ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. അതിൽ പെട്ട ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ. അതായത് നിങ്ങൾ വിദ്യാർത്ഥികളാവട്ടെ, എംപ്ലോയീസ് ആവട്ടെ, ബിസിനസ്മാൻ ആവട്ടെ, അങ്ങനെ എന്തും ആവട്ടെ, നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് ക്യാൻവ ഉപയോഗിക്കേണ്ട അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്യാൻവ ഉപയോഗിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് പ്രധാനപ്പെട്ട ക്യാൻവയുടെ 2-3 അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സിസ്റ്റം വേണം, നല്ല സ്പെക്കുള്ള സിസ്റ്റം വേണം, അല്ലെങ്കിൽ സ്ലോ ആകും, ലാഗിങ് അടിക്കും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ക്യാൻവ നമുക്ക് ഏത് സിസ്റ്റത്തിലും, ഇൻ്റർനെറ്റ് ഉള്ള ഏത് സിസ്റ്റത്തിലും ഉപയോഗിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഫോണിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സിസ്റ്റത്തിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ കിട്ടും. മറ്റേത് നമ്മൾ മിക്ക ആളുകളും, കുറേ ആളുകളൊക്കെ അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ ക്രാക്കഡ് ആണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസൈൻ അറിയാത്ത ആളുകൾക്കും പെട്ടെന്ന് ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതിൽ ഓൾറെഡി ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ മാത്രം വെച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ലാസ്റ്റ് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ക്യാൻവ എന്നൊക്കെ പറയുമ്പോൾ ഡിസൈനിങ് മാത്രമായിട്ട് പലപ്പോഴും കണക്കാക്കാറുണ്ട്. അതായത് അഡോബ് ഫോട്ടോഷോപ്പിന് പകരമായിട്ടുള്ളൊരു സാധനമാണെന്ന് കണക്കാക്കാറുണ്ട്. പക്ഷേ ക്യാൻവ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, അതിൻ്റെ ഒക്കെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മൈക്രോസോഫ്റ്റ് ഒക്കെ ഉപയോഗിക്കില്ല, പവർ പോയിന്റ്, ഗൂഗിൾ എക്സൽ, ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ക്യാൻവ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ, പവർ പോയിന്റിൽ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ക്യാൻവയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവരുടെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസൈൻ അലൈൻമെൻറ്റ് വളരെ പെർഫെക്റ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വളരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്തതാണ് ഇവരുടെ ഈ ഒരു ഡിസൈൻ സെറ്റപ്പ്. ഇവിടെയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഡിസൈൻ സൈസ് തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നമുക്ക് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിൽ റീൽ വീഡിയോ നിർമ്മിക്കാൻ, സ്റ്റോറി ഇടാൻ, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ, അങ്ങനെ എല്ലാതും. അതായത് പലപ്പോഴും നമ്മളെന്ന് വെച്ചാൽ ഓരോന്നിനും സൈസ് ഗൂഗിളിലൊക്കെ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടാണ്. ഇതിന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാമോ ആണോ, ഫേസ്ബുക്കോ ആണോ, അങ്ങനെ ഓരോന്നും. പിന്നെ ഫേസ്ബുക്കിൻ്റെ കവർ പേജ്, യൂട്യൂബിൻ്റെ കവർ പേജ്, അങ്ങനെ എല്ലാ സൈസുകളും ഡിഫോൾട്ടായിട്ട് നമുക്ക് ഉണ്ടാകും. അപ്പം നമ്മൾക്ക് ഏത് രീതിയിലുള്ള സൈസ് വേണം എന്നുള്ളത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ഡോക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ, അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡോക്ക്. പിന്നെ ഏകദേശം നമുക്കൊരു അറിയുന്ന ആളുകൾക്ക് വെബ്സൈറ്റിൻ്റെ ഡിസൈൻ അടക്കം ഇവിടെ നിന്ന് ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ലാസ്റ്റ് ഒരു കസ്റ്റം സൈസ് ഉണ്ട്. അതായത് ഈ സൈസ് അല്ലാത്തൊരു കസ്റ്റം സൈസ് വേണമെങ്കിൽ അത് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഓപ്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. അതായത് നമ്മൾ ചില പഴയ ഡിസൈനുകളൊക്കെ അഡോബ് ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്ററിലോ നിർമ്മിച്ചിട്ടുണ്ടാകും. ആ സാധനം നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ പറ്റും. അതിൻ്റെ ഫയലുകൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിസൈൻ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ട തമ്പനെയിലിൻ്റെ ഏകദേശം ഡിസൈൻ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഈ ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ശേഷം നമുക്ക് ഏത് തരത്തിലുള്ള സൈസ് വേണം എന്നുള്ളത് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം. ഞാൻ ജസ്റ്റ് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ ഓരോന്നും കാണാൻ സാധിക്കും. യൂട്യൂബ് ലോഗോ, യൂട്യൂബ് ബാനർ, യൂട്യൂബ് തമ്പനെയിൽ. ഇപ്പം നമുക്ക് ഓൾറെഡി അവിടെ ഡയമെൻഷനും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ മുകളിൽ തന്നെ ഡിസൈനിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. നമുക്ക് അതായത് ഏകദേശം എല്ലാ ആവശ്യങ്ങൾക്കുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം ഉണ്ടാകും, ഇത് പ്രീമിയം എടുത്തൊരിക്കല്ലേ കുറേ ടെംപ്ലേറ്റ് അവൈലബിൾ ആവുക എന്നുള്ളത്. നമുക്ക് 100 രൂപക്ക്, 150 രൂപക്ക്, 200 രൂപക്കൊക്കെ ക്യാൻവയുടെ പ്രോ വേർഷൻ കിട്ടുന്ന സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ സാധിക്കും. അതായത് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നമുക്കിതൊക്കെ കിട്ടും. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം കുറേ ആളുകൾക്ക്. ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഈ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ടെംപ്ലേറ്റ്സ് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഓരോ ടെംപ്ലേറ്റ്സിൽ നിന്നും ഓരോ പാർട്ട് ഓഫ് ഡിസൈൻ എടുക്കാം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഡിസൈൻ ചെയ്യാറ്. ചിലപ്പോൾ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അപ്പോൾ അതൊരു ഡിസൈനിൽ നിന്ന് എടുക്കും. ചിലപ്പോൾ ഫോണ്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അത് മറ്റൊരു ഡിസൈനിൽ നിന്ന് എടുക്കും. എലമെൻറ്റുകൾ അപ്പോൾ ആ രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ ഡിസൈൻ എലമെൻറ്റ്സ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പോഴും ചതുരം, വൃത്തം, റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഇതൊക്കെ നമുക്ക് വേണ്ടത് ഇവിടെ ഷേപ്പുകളിൽ പോയാൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഓരോ ഗ്രാഫിക്കൽ എലമെൻറ്റുകൾ ഉണ്ടാവില്ല, ഐക്കണുകൾ മറ്റൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇവിടെ ഒരു
റെക്റ്റാങ്കിൾ എനിക്ക് വരക്കണം. അപ്പോൾ ഞാനിവിടെ എലമെൻറ്റ് പോയിട്ട് റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തു. റെക്റ്റാങ്കിൾ വന്നു. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളർ മാറ്റാൻ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കളർ തൽക്കാലം ഒന്ന് ചൂസ് ചെയ്തു. ശേഷം നമുക്ക് ഈ റെക്റ്റാങ്കിളിന് നമുക്ക് ഏത് പൊസിഷനിലേക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. പിന്നെ നമുക്കിതിനെ വലിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടാൻ സാധിക്കും. ഫുൾ ലെങ്ത്തിൽ നമുക്ക് ഈ കളർ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കളറുകൾ മാറ്റാം. ഞാൻ ഓൾറെഡി ഒരു കളർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കളർ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ടെക്സ്റ്റുകളാണ്. അതിന് നമുക്ക് ഈ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ആഡ് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് വരും. അവിടെ നമുക്ക് വേണ്ടത് മുഴുവൻ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈനുകളുടെ ടെംപ്ലേറ്റ്സ് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ടെക്സ്റ്റുകളുടെ ടെംപ്ലേറ്റ്സ് നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഏത് ടെംപ്ലേറ്റ്സും ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റ്സ് നമ്മളിവിടെ വരും. പിന്നെ Ctrl+Z അല്ലെങ്കിൽ Command+Z അടിച്ച് കഴിഞ്ഞാൽ പിറകിലേക്ക് പോകും. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പിറകിലേക്ക് പോകും. അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങോട്ടും പോകും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്തു. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ കൊടുക്കേണ്ട കണ്ടൻറ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻവ ഈസിയാണ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനുള്ള ഓപ്ഷൻസാണ് ഇത്. അതേപോലെ തന്നെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻസാണ് ഈ ക്യാൻവ സാൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെയും ഇത് വലിച്ച് നീട്ടാൻ സാധിക്കും. ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പിടിച്ച് വലിച്ചാലും മതി. പിന്നെ ബാക്കി ഇവിടെയാണ് ഇതിൻ്റെ കളേഴ്സ് മാറ്റാം. നമുക്ക് വെള്ള കളറോ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇവിടെ മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് ഇറ്റാലിക്കിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ടെക്സ്റ്റുകൾ ക്യാപിറ്റലൈസേഷനും ലെറ്റർ കേസ് മാറ്റുന്നത് ഇവിടെയാണ്. സ്മോൾ കേസും എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട്. ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൈൻമെൻറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേർഡൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കുറേ ആളുകൾക്ക് എഫക്റ്റീവ് ആകും. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് ഈ ഒരു ടെക്സ്റ്റിനെ അലൈൻമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ട ടെക്സ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഇതിന് കൊടുക്കേണ്ട ഫോണ്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ ഡിസൈനത്തെ ആ ഒരു ടെക്സ്റ്റ് ഫയലിനെ കോപ്പി ചെയ്തിട്ടാണ്. ഇനി ഞാനിവിടെ ക്യാൻവ ഈസിയാണ് എന്നുള്ളത് കോപ്പി ചെയ്തു. ശേഷം ഞാനിവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. ക്യാൻവ ഈസിയാണ്. ഇനി നമുക്ക് ക്യാൻവനെ മാത്രം സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അടുത്തൊരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് എടുക്കാം. അതിന് വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് വരും. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ വെച്ചിട്ട് ഇതിൻ്റെ കോപ്പി എടുക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിനെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് ഞാൻ ഒന്ന് കുറച്ച് വെച്ചു. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റെക്റ്റാങ്കിൾ എടുത്തു. ഇപ്പോൾ ഇവിടെ ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തു വെച്ചു. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പുകൾ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കോർണറുകൾ നമുക്ക് കർവ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കർവ് കൂട്ടാൻ കുറക്കാം. അതേപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾ കൂട്ടാം. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളതാണ്, നമുക്ക് ചില സമയത്ത് സ്ട്രോക്കുകൾ വേണം. അതായത് ഇതിനൊരു ഔട്ട്ലൈന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈന് കൂട്ടാം. ഔട്ട്ലൈനിൻ്റെ സൈസാണ്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്ലൈനുകളുണ്ട്. നമുക്ക് ഡോട്ട് ആയിട്ടുള്ള ഔട്ട്ലൈൻ വേണോ അല്ല ഒറ്റ ലൈൻ ഔട്ട്ലൈൻ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഔട്ട്ലൈനിൻ്റെ കളറും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈനിൻ്റെ കളറും നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത നേരത്തെ പറയാത്തതാണ് ഇതിൻ്റെ ട്രാൻസ്പാരൻസി. അതായത് ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പാരൻസി കുറക്കാം, കൂട്ടാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആനിമേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ പവർ പോയിന്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് പവർ പോയിന്റ് നിർമ്മിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാൻവ ഉപയോഗിക്കാം. ഇതാകുമ്പോൾ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഓരോ മോഷൻസും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊന്നുകൂടി ഈസിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ക്യാൻവ ഈസിയാണ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റിനെ 2 ലൈനിലേക്ക് മാറ്റി ശേഷം നമുക്ക് ഇതിനൊന്ന് മാറ്റി വെച്ചു. ഇതിനെ ഒന്നുകൂടി വലുതാക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് കാണാൻ സാധിക്കും. ഇവിടെ 2 ലൈനും വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ലൈനുകളുടെ സ്പേസിങ് കൂട്ടാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇവിടെ ഈ ഒരു T എന്നുള്ള കാണലിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇതിൻ്റെ ലൈനുകളുടെ സ്പേസ് കൂട്ടാം. അതേപോലെ തന്നെ 2 ലെറ്ററുകൾക്കിടയിലുള്ള സ്പേസും നമുക്ക് ഇവിടെ വെച്ചിട്ട് കൂട്ടാം. ഈ ലെറ്ററുകൾക്കിടയിലുള്ള സ്പേസ് കൂടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ഓപ്ഷന്. അപ്പോൾ അതെനിക്ക് വേണ്ട. അപ്പോൾ ലൈനുകൾക്ക് ഇടയിലുള്ള സ്പേസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു.
ഇനി ഈ ക്യാൻവയുടെ ഈ ഒരു കളർ മാറ്റണം. കാരണം എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കോൺട്രാസ്റ്റ് കളറുകൾ ഉപയോഗിക്കുന്നത് നന്നാവും. അപ്പോൾ നമുക്ക് അതിനൊരു വേറൊരു കളർ വേണം. തൽക്കാലം ഞാൻ ജസ്റ്റ് റാൻഡായിട്ട് ഈ ഒരു കളർ ചൂസ് ചെയ്തു. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്കൊരു ക്യാൻവയുടെ ലോഗോ വേണം. അപ്പോൾ ആ ലോഗോ ഒന്നുകിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നേരെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡിസൈനിലേക്ക് വലിച്ചിടാം. അല്ല ഇനി നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ക്യാൻവ എന്ന് സെർച്ച് ചെയ്തു, ക്യാൻവ ലോഗോ എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ക്യാൻവാസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ പേസ്റ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഡിസൈൻ ഇവിടെ വരും. അല്ല ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ഫയൽസ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ 2 ലോഗോസും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്തു. ശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് BG റിമൂവർ കാണാൻ സാധിക്കും. ഇതൊറ്റ ക്ലിക്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. ഇത് പ്രൈം മെമ്പേഴ്സിന് അല്ലെങ്കിൽ പ്രീമിയം മെമ്പേഴ്സിന് മാത്രമേ ഉണ്ടാവുക. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രീമിയം മെമ്പർഷിപ്പ് നമുക്ക് 100, 150, 200 രൂപയ്ക്ക് വ്യത്യസ്ത പ്രൈസുകളുണ്ട്. നിങ്ങൾക്ക് ഒരു വർഷത്തേക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സൈസ് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും നമുക്കിവിടെ. അടുത്തതായിട്ട് എൻ്റെ ഒരു പിക്ചർ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഓൾറെഡി പഴയൊരു പിക്ചറിൽ നിന്ന് ഇത് കോപ്പി ചെയ്തു. ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ആ ഫോട്ടോ ഇവിടെ വന്നു. ഇനി നിങ്ങൾക്ക് ചില സമയത്ത് നമുക്കിത് ഫ്ലിപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫേസ് ഇങ്ങോട്ടാണല്ലോ, നമുക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് വെർട്ടിക്കൽ. തല തിരിഞ്ഞിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രോക്കുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ ഇതിൽ കളറുകൾ എഫക്റ്റുകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഈ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏതിലാണോ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് അതിന് ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫിൽറ്റേഴ്സ് കാര്യങ്ങളുണ്ട്, പിന്നെ ഷാഡോസ് കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഷാഡോസ്. ഇനി ഈ ഷാഡോ വെച്ചിട്ട് എനിക്ക് ഇതിനൊരു ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ഔട്ട്ലൈനാണ് വേണ്ടത്. ഔട്ട്ലൈനിന് ഇനി നമുക്കൊരു വൈറ്റ് കളർ വേണം. നമുക്ക് ഔട്ട്ലൈൻ വേണം. ഇനി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണമെങ്കിൽ അതിൻ്റെ സൈസൊക്കെ നമുക്കിവിടെ കുറക്കാൻ സാധിക്കും. ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഏകദേശം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ക്യാൻവയുടെ ആ ഒരു ലോഗോ കൊണ്ടുവരണം. അപ്പോൾ ഈ ക്യാൻവയുടെ ലോഗോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ബാക്ക്ഗ്രൗണ്ടും ഇതും ഏകദേശം ഒരേ കളറാണ്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് കളറുകൾ കാര്യങ്ങൾ ഉപയോഗിക്കണം. ഇതാണ് ഏകദേശം ക്യാൻവയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ഷെയർ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെ നമുക്കൊന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കാണാൻ സാധിക്കും. നേരത്തെ പറയാത്ത മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു ഡിസൈൻ തന്നെ 2 ആളുകൾക്ക് ഒരേ സമയത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ സ്ലൈഡൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു ഡിസൈനിൽ അറ്റ് എ ടൈമിൽ കാണാൻ സാധിക്കും. അല്ല ഇനി നമ്മളൊരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വർക്ക് റിസൾട്ടുകൾ കാണണമെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഫയലുകൾ അയച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഷെയർ കൊടുക്കുക, ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക. അവിടെ നമുക്കിത് JPG ആയിട്ടാണോ PDF ആയിട്ടാണോ PNG ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് PNG ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലോ അതൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രീമിയം മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ അല്ലാത്തവർക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നല്ല HD ഫയൽ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്യാൻവയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.